ഇടംവേലുന്ന പോലെ കാലം കർത്താവ് ജയം തരുന്നതിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവസ്ഥലിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ദൈവമേ, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം. കർത്താവേ, നിനക്ക് മഹത്വം, 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 മഹത്വം. എൻ്റെ ദൈവമേ, നിനക്ക് മഹത്വം, 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 മഹത്വം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നിനക്ക് മഹത്വം, 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 മഹത്വം. ദൈവത്തിന് സ്തോത്രം, 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 ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് മഹത്വം, 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 മഹത്വം. ദൈവമേ, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം. പിതാവേ, നിനക്ക് മഹത്വം, 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 മഹത്വം. എൻ്റെ ദൈവമേ, സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, നിനക്ക് മഹത്വം, 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 മഹത്വം. എൻ്റെ ദൈവമേ, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം. എൻ്റെ പിതാവേ, സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം, 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 സ്തോത്രം. സകല മഹത്വത്തിനും മാനത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും സ്തുതിക്കും സ്തോത്രത്തിന് യോഗ്യൻ യേശു കർത്താവ്. ഈ പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം പകൽക്കാലം കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ ഈ പകൽക്കാലം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. അവിടുത്തെ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിനെ നിയന്ത്രിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാട്ടെ. തങ്കലേഖാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് വേണ്ടി ഭൂമിയിൽ എല്ലായിടവും യഹോവയുടെ കണ്ണ് ഊടാടി സഞ്ചരിക്കുന്നല്ലോ. ഈ പകൽക്കാലം ദൈവ സന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട്, ദൈവത്തിന് സ്തുതി കരകയറ്റിക്കൊണ്ട്, ദൈവത്തിന് ആരാധന അമേൻ ഹല്ലേലൂയ കരകയറ്റിക്കൊണ്ട് ദൈവസ്ഥലിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന പോലെ കാലം പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ആമേൻ കൂടി വരുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ നിറവ് നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം, 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 ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അല്ലാണ്ട് പറയാം, കുഴപ്പമില്ല, പറഞ്ഞിട്ട് മതി, ബാക്കി സമയം മതി. അല്ലല്ലോ കുഴപ്പമുണ്ടാവും. മതി, ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവസ്ഥനിൽ നമ്മെ തന്നെ ആമേൻ ആമേൻ തലകളെ വണക്കാം. ദൈവസ്ഥനിലെ ആമേൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസ്ഥനിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം,
ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നല്ല ഉണക്ക ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹവനായ ദൈവമേ, സ്വർഗസ്ഥ നല്ല വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ്, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുകയാണ്. ഈ പകൽക്കാലം പാടുവാനും പ്രാർത്ഥിക്കുവാനും ആത്മാവിൽ പാടുവാനും പ്രാർത്ഥിക്കുവാനും ആത്മാവിൽ ആരാധിപ്പാൻ വേണ്ടുന്ന അഭിഷേകവും ദൈവകൃപയും ഈ പകൽക്കാലം നീ അവിടെ ഞങ്ങളുടെ മേലുയരുന്ന കർത്താവെ ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവിടെ മുഖം ലജിച്ചു പോയതും എളിയവന്നില്ല വിളിച്ച് യഹോവ കേട്ടു. സകല ഭയങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിച്ചു എന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം ഈ പകൽക്കാലം ദൈവസേനകൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന സമയം മുതൽ ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവ് തന്നെ ഈ മീറ്റിങ്ങിനെ നിയന്ത്രിക്കുമാറാകണമേ. അനുഗ്രഹീതമായ ദൈവവചനം കർത്താവിന് ദാസന്മാരുടെ പകൽക്കാലം ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ. നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കുവാൻ വേണ്ടുന്ന ദൈവകൃപാനിയുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവ്. അഭിഷേകത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമേ. പാടുന്നവർക്കായി സ്തോത്രം, പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം, ആരാധന ചെയ്യുന്നവർക്കായി സ്തോത്രം, വചനം ശുശ്രൂഷിക്കുന്നവർക്കായി സ്തോത്രം. എല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പകൽക്കാലം കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ തക്ക സമയത്ത് ഞങ്ങളുടെ മതി അവിടെ നിന്ന് കൊണ്ടുവരുമാറാകണം. തെക്കിനോട് വരിക എന്നും വടക്കിനോട് തടുത്തു വയ്ക്കുന്നതും കിടക്കുന്നത് ശേഖരിക്കുകയും പടിഞ്ഞാറുന്ന് കൂട്ടിവരുന്ന സുഹൃത്തിലെ ദൈവം ഈ പകൽക്കാലം ജനത്തെ കൂട്ടിവരുത്തണമേ കർത്താവേ. ആദ്യ മുതൽ അവസാനം വരെ ആത്മാവ് നിയന്ത്രിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനയാചനഘടനായി സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ തുടർന്നുള്ള സ്തോത്രഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. കൈകളെ ഉയർത്തിക്കൊണ്ട്, കൈകളെ വീശിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ അധരം തുറന്നുകൊണ്ട് ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം, പാടി ദൈവത്തെ ആരാധിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ നമ്മുടെ ഇരു കരങ്ങളെയും വീശിക്കൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ആരാധിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി നൽകിയ ഇന്നലെ അവസരത്തെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന പകൽക്കാലം വലിയ ദൈവിക വിടുതലുകളെ അനുഭവിച്ചുകൊണ്ട് മടങ്ങിപ്പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് പകൽക്കാലമായിരിക്കുന്ന സ്ഥലത്ത് ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. അല്പസമയങ്ങൾ കൂടി എല്ലാവരും കർത്താവിന് മഹത്വം കരയറ്റിക്കൊണ്ടിരുന്നാട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഇന്ന് പകൽക്കാലം എല്ലാവരും നിറയപ്പെടുവാൻ ഹല്ലേലൂയ പുതിയ ഭാഷകളാൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ നിറയ്ക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കഴിഞ്ഞൊരാഴ്ചക്കാലം മുഴുവനും കർത്താവ് നമ്മെ കാത്തു പരിപാലിക്കുവാനിടയായി തീർന്നല്ലോ. ഇത്രത്തോളം ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവസന്നിധിയിൽ കർത്താവ് നമ്മെ ഒരുമിച്ച് കൂട്ടിവരുത്തിയിരിക്കുന്നല്ലോ. ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ അല്പസമയങ്ങൾ അതിരങ്ങളെ തുറന്നുകൊണ്ട് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ മറ്റൊന്നും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ തൻ്റെ ഭക്തന്മാർ ഹല്ലേലൂയ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഹല്ലേലൂയ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം മൗനമായിരിക്കാതെ ദൈവം ചെയ്ത നന്മകളൊക്കെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് കൊടുത്താൽ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഇന്ന് പകൽക്കാലം എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ അങ്ങയുടെ അഭിഷേകത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുമ്പോൾ വ്യസനത്തിലുള്ള ഒരു മഹാലലി വ്യസനത്തിനുള്ള കാരണമുണ്ടോ എന്ന് ശോധന ചെയ്ത് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മുടെ അതിരങ്ങളിൽ നിന്ന് സ്തോത്രം ഉയരട്ടെ. ഹല്ലേലൂയ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇന്നയോളം നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദി കരയറ്റിയാട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ പോലും നമ്മുടെ കാലിൽ കളി തട്ടിപ്പോകാതെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വീഴ്ച ഭവിക്കാതെ ഇന്നയോളം നമ്മെ നിലനിർത്തിയത് ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും
സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തെ ഹാലലൂയ അവസാനിച്ച് കളയുന്ന അനേകരെ നമ്മൾ കാണുമ്പോൾ ഇന്ന് പകൽക്കാലം ഹാലലൂയ നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവം നമ്മെ നടത്തിയത് കൊണ്ടാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹാലലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹാലലൂയ. ഇന്ന് പകൽക്കാലവും നമുക്ക് പറയാം, കർത്താവേ എന്നോട് ഇന്ന് പകൽക്കാലം അങ്ങൊന്ന് സംസാരിക്കണം. ഹാലലൂയ. ദൈവിക ശബ്ദം ഇന്ന് പകൽക്കാലം എന്നെ കേൾപ്പിക്കുമാറാകണം. ഹാലലൂയ. ദൈവികാലോചനകൾ ഹാലലൂയ വചനത്തിൻ്റെ ദൂതുകൾ ഇന്ന് പകൽക്കാലം ഹാലലൂയ ദൈവശബ്ദമായി ഹാലലൂയ ദൈവം നമ്മെ കേൾപ്പിക്കുവാനിടയായി തീരും. ഹാലലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹാലലൂയ 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 ഹാലലൂയ. മറ്റെല്ലാ ചിന്തകളും ഇന്ന് പകൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. ഹാലലൂയ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് തുടർന്നുള്ള നിമിഷങ്ങളിൽ കർത്താവിനെ പാടി ആരാധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാനങ്ങളാണ് പാടുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹാലലൂയ. സർവ്വലോക സൃഷ്ടിതാവേ സർവ്വത്തിനും നാഥ എന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനം ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഇരുകരങ്ങളെയും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. സർവലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥ, സർവലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥ, സർവ സൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ, സർവ സൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. എണ്ണമില്ല ദൂതർ സംഘം വാഴ്ത്തിയിടുന്ന ദേവാ, എണ്ണമില്ല ദൂതർ സംഘം വാഴ്ത്തിയിടുന്ന ദേവാ. ഗർവികളും സാഫികളും പുകഴ്ത്തും മഹേശ, ഗർവികളും സാഫികളും പുകഴ്ത്തും മഹേശ. സർവലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥ, സർവലോക സൃഷ്ടിതാവേ സർവത്തിനും നാഥ, സർവ സൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ, സർവ സൃഷ്ടികളും വാഴ്ത്തി വന്ദിക്കും മഹേശ. വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദികളെ, വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദികളെ. മാനമച്ച മെച്ച ദേവ നാഥനെ മഹേശ, വാനമച്ച മെച്ച ദേവ നാഥനെ മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. ജീവനുള്ള സർവ്വത്തിൽ ഭക്ഷണം നൽകുന്ന, ജീവനുള്ള സർവ്വത്തിനും ഭക്ഷണം നൽകുന്ന ജീവനാഥ ദേവദേവ പാഹിമാ മഹേശ, ജീവനാഥ പാഹിമാ മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. വൃക്ഷസസ്യാദികൾക്കെല്ലാം ഭംഗിയെ നൽകുന്ന, വൃക്ഷസസ്യാദികൾക്കെല്ലാം ഭംഗിയെ നൽകുന്ന അക്ഷയനം ദേവദേവ പാഹിമാ മഹേശ, അക്ഷയനം ദേവദേവ പാഹിമാ മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. ഗംഭീരമായി മുഴങ്ങിടും വമ്പിച്ച സമുദ്രം, ഗംഭീരമായി മുഴങ്ങിടും വമ്പിച്ച സമുദ്രം. തമ്പുരാന്റെ വാക്കിനങ്ങോ കീഴ്പ്പെടും മഹേശ, തമ്പുരാന്റെ വാക്കിനങ്ങോ കീഴ്പ്പെടും മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. ഊറ്റമായടിക്കും കൊടുങ്കാറ്റിനെയും തൻ്റെ, ഊറ്റമായടിക്കും കൊടുങ്കാറ്റിനെയും തൻ്റെ. ശ്രേഷ്ഠകരം തന്നിൽ വായിച്ചിടുന്ന മഹേശ, ശ്രേഷ്ഠകരം തന്നിൽ വായിച്ചിടുന്ന മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദി
നന്ദിയോടടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്ക് ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്ക് വൻമഴയും നൽവയിലും നൽകുന്ന മഹേഷ വൻമഴയും നൽകുന്ന മഹേഷ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ വാഴ്ത്തിടുന്നു നന്ദിയോടടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും സ്തോത്രത്തിനും യോഗ്യനായ കീർത്തിതൻ മഹേഷ സ്തോത്രത്തിനും യോഗ്യനായ കീർത്തിതൻ മഹേഷ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ വാഴ്ത്തിടുന്നു നന്ദിയോടടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ മൂവുലകം നിന്റെ പാദം തന്നിൽ വണങ്ങിയിട് മൂവുലകം നിന്റെ പാദം തന്നിൽ വണങ്ങിയിട് നിൻ മഹത്വം വെളിപ്പെടും അധീനം മഹേഷ നിൻ മഹത്വം വെളിപ്പെടും അധീനം മഹേഷ വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു നന്ദിയോടടിയ വാഴ്ത്തിടുന്നു നന്ദിയോടടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ എണ്ണമില്ല ദൂതർ സംഘം വാഴ്ത്തിടുന്ന ദേവ എണ്ണമില്ല ദൂതർ സംഘം വാഴ്ത്തിടുന്ന ദേവ ഗർവികളും ശ്രാഫികളും പുകഴ്ത്തും മഹേഷ ഗർവികളും ശ്രാഫികളും പുകഴ്ത്തും മഹേഷ വാഴ്ത്തിടുന്നു നന്ദിയോടടിയ വാഴ്ത്തിടുന്നു നന്ദിയോടടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ ജീവനുള്ള സർവ്വത്തിനും ഭക്ഷണം നൽകുന്ന ജീവനുള്ള സർവ്വത്തിനും ഭക്ഷണം നൽകുന്ന ജീവനാഥ ദേവാദേവ പാഹി മഹേഷ ജീവനാഥ ദേവാദേവ പാഹി മഹേഷ വാഴ്ത്തിടുന്നു നന്ദിയോടടിയ വാഴ്ത്തിടുന്നു നന്ദിയോടടിയ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ റിഭവാന ശംധാരാജന വൈഡവരാജ റിഭവാന ശംധാരാജന വിടവാനക ശംദേരഗജന വൈഡവരാജ റിഭവാന ശംധാരാജന വിടവാനക ശംദേരഗജന വൈഡവാന റിഭവാന ശംധാരാജന ഗുണവാനഗജന വൈഡവാന ശംധാരാജ റിഭവാന ശംധേരഗജന വൈഡവരാജന ഗുണവാനക ശംധാരാജ വൈഡവാന റിഭവാന ശംധാരാജ വൈഡവാന റിഭവ ഗുണവാനഗജന വൈഡവരാജ റിഭവാന ശംധാരാജ റിഭവാന ഗുണവാനക ശംധേരഗജന വൈഡവരാജ റിഭവാന ശംധാരാജ റിഭവ ഗുണവാന റിഭവാന വൈഡവാന ശംധാരാജ യേശുവിന്റെ രക്തം കാൽവരി രക്തം രക്തം ജയം യേശുവിന്റെ രക്തം കാൽവരി രക്തം ഗൂഢാവാന ശംധാരാജല വൈഡവരാജ റീഭാവാന ശംധേരഗജല വൈഡവരാജ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന പകൽക്കാലം വെളിപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എന്ന പകൽക്കാലം ജനത്തെ ഒന്ന് നിറയ്ക്കട്ടെ പുതുഭാഷകളാൽ എന്ന പകൽക്കാലം ദൈവജനം നിറയപ്പെടട്ടെ ഗൂഢാവാന റീഭാവാന ശംധാരാജ വൈഡാവാന റീഭാവാന ശംധാരാജ യേശുവരക്തം കാൽവരി രക്തം രക്തം ജയം റീഭാവാന ശംധാരാജന വൈഡവരാജ റീഭാവാന ധൂഢാവാന റീഭാവാന ശംധാരാജ വൈഡാവാന റീഭാവാന ശംധാരാജന റീഭവരാജന ധൂഢവാനഗജന വൈഡാവാന ശംധേരഗജന റീഭാവാന ശംധാരാജ വൈഡാവാന ധൂഢാവാന റീഭാവാന ഓ റീഭാവാന ധൂഢാവാന റീഭാവാന ശംധാരാജ വൈഡാവാന യേശുവരക്തം കാൽവരി രക്തം രക്തം ജയം രക്തം ജയം രക്തം ജയം യേശുവരക്തം കാൽവരി രക്തം രക്തം ജയം രക്തം ജയം ധൂഢാവാന റീഭാവാന ശംധാരാജ വൈഡാവാന റീഭാവാന ശംധാരാജ വൈഡാവാന കാൽവരി രക്തം യേശുവരക്തം യേശുവരക്തം കാൽവരി രക്തം രക്തം ജയം രക്തം ജയം രക്തം ജയം ധൂഢാവാന റീഭാവാന ശംധാരാജ വൈഡാവാന
Rikhavarajana Vaidavana Shamdhelagajana Vaidavaraja Ribhavana Judavara Shamdaraja Vaidavana Ribhavana Judavara Shamdaraja Vaidavana Ribhavana Shamdaraja Vaidavana Ribhavana Shamdaraja. Hallelujah, 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 hallelujah. Oh Ribhavana Judavana Vaidavana Shamdaraja Judavana Ribhavana Shamdaraja Ribhavana Judavana Shamdaraja. Oh Rikhavana Vana 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 Shamdharajana. Oh Ribhavana Vana Vana Shamdharajana Vaidavana. Hallelujah, 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 hallelujah. Sudi Sudi en maname Sudigalilonnadane നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ അമ്മയെ പോലെ താതേ താലോലിച്ചണച്ചിടുന്നു അമ്മയെ പോലെ താലോലിച്ചണച്ചിടുന്നു സമാധാനമായി കിടന്നുറങ്ങാൻ തൻ്റെ മാർവിൽ ദിനം ദിനമായി തൻ്റെ മാർവിൽ ദിനം ദിനമായി സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനേ നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ കഷ്ടങ്ങളേറിടിലോ എനിക്കേറ്റം അടുത്ത തുണയായി കഷ്ടങ്ങളേറിടിലോ എനിക്കേറ്റം അടുത്ത തുണയാ ഘോരവൈരിയും നടുവിലവേ മേശനാമുക്കൊരുക്കിയല്ലോ മേശനാമുക്കൊരുക്കിയല്ലോ ഘോരവൈരിയും നടുവിലവേ മേശനാമുക്കൊരുക്കിയല്ലോ മേശനാമുക്കൊരുക്കിയല്ലോ സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനേ നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ ഭാരത്താൽ വലഞ്ഞിടിലോ തീരാരോഗത്താൽ അലഞ്ഞിടിലോ ഭാരത്താൽ വലഞ്ഞിടിലോ തീരാരോഗത്താൽ അലഞ്ഞിടിലോ പിളർന്നിടുമൊരടി പിണരാ തന്നിടും നിരോഗസൗഖ്യം തന്നിടും നിരോഗസൗഖ്യം പിളർന്നിടുമൊരടി പിണരാ തന്നിടും നിരോഗസൗഖ്യം തന്നിടും നിരോഗസൗഖ്യം സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനേ നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ അമ്മയെ പോലെ താതേ താലോലിച്ചണച്ചിടുന്നു അമ്മയെ പോലെ താതേ താലോലിച്ചണച്ചിടുന്നു സമാധാനമായി കിടന്നുറങ്ങാൻ തൻ്റെ മാർവിൽ ദിനം ദിനമാ തൻ്റെ മാർവിൽ ദിനം ദിനമാ സമാധാനമായി കിടന്നുറങ്ങാൻ തൻ്റെ മാർവിൽ ദിനം ദിനമാ തൻ്റെ മാർവിൽ ദിനം ദിനമാ സ്തുതി സ്തുതി എൻ മനമേ സ്തുതികളിലുന്നതനേ നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ കഷ്ടങ്ങളേറിടിലോ എനിക്കേറ്റം അടുത്ത തുണയായി കഷ്ടങ്ങളേറിടിലോ എനിക്കേറ്റം അടുത്ത തുണയാ ഘോരവൈരി നടുവിലവേ
മേശ നമുക്കൊരുക്കിയല്ലോ, മേശ നമുക്കൊരുക്കിയല്ലോ, ഘോരവൈരി നടുവിലവേ മേശ നമുക്കൊരുക്കിയല്ലോ, മേശ നമുക്കൊരുക്കിയല്ലോ. സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലോന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഭാരത്താൽ വലഞ്ഞിടിലോ, തീരാരോഗത്താൽ അലഞ്ഞിടിലോ, ഭാരത്താൽ വലഞ്ഞിടിലോ, തീരാരോഗത്താൽ അലഞ്ഞിടിലോ, പിളർന്നിടുമൊരടി പിണരാ തന്നിടും നിരോഗസൗഖ്യം, തന്നിടും നിരോഗസൗഖ്യം, പിളർന്നിടുമൊരടി പിണരാ തന്നിടും നിരോഗസൗഖ്യം, തന്നിടും നിരോഗസൗഖ്യം. ആമേ സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലോന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഭവാന ശംധാരാജന വൈഡവരാജ രിഗവാരക ജന ശംധാരാജല കുടവാനക ശംധേരക ജന വൈഡവരാജ റിഭവാര ശംധാരാജ വൈഡവാന കുടവാനക ശംധേരക ജന വൈഡവരാജ റിഭവാര ശംധാരാജ റിഭവാന കുടവാനക ശംധേരക ജന വൈഡവരാജ റിഭവാന ശംധാരാജ കുടവാന ശംധാരാജ വൈഡവാന റിഭവാര ശംധാരാജ റിഭവാന കുടവാനക ശംധേരക ജന വൈഡവരാജ റിഭവാന ശംധാരാജ കുടവാന ശംധേരക ജന വൈഡവരാജ റിഭവാന ശംധാരാജ വൈഡവാന കുടവാന റിഭവാന ശംധാരാജ വൈഡവാന റിഭവാന ശംധാരാജ വൈഡവാന റിഭവാന ശംധാരാജന വൈഡവരാജ റിഭവാന ശംധേരക ജന വൈഡവരാജ കുടവാന വൈഡവാന ശംധാരാജ റിഭവാന ശംധാരാജന വൈഡവരാജ റിഭവാന ശംധേരക ജന കുടവാന വൈഡവാന ശംധാരാജ വൈഡവാന ശംധാരാജ റിഭവാന ശംധേരക ജന കുടവരാജന വൈഡവരാജ റിഭവാന ശംധാരാജ വൈഡവാന റിഭവാന കുടവാന ശംധാരാജ വൈഡവാന റിഭവാന ശംധാരാജ വൈഡവാന ശംധേരക ജന വൈഡവരാജ റിഭവാന ശംധാരാജ കുടവാന വൈഡവാന ശംധാരാജ റിഭവാന കുടവാന ശംധാരാജ ഭൂരെ ഭവാന ശംധാരി ഭവാന കുടവാന ശംധാരാജ വൈഡവാന റിഭവാന ശംധാരാജ വൈഡവാന റിഭവാന ശംധാരാജ കുടവാന വൈഡവാന ശംധാരാജ റിഭവാന ശംധാരാജ റിഭവാന ശംധേരക ജല കുടവാന വൈഡവാന ശംധാരാജ റിഭവാന ശംധേരക വിട്ടം വീതരതാരം ജീരാധരന്തനാഥന് വിട്ടൻ ജീരധനാഥനാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രക്തം ജയമെടുക്കുകയാണ്. വീതാരാധീരധാര വിത്തരാജിരന്താനാഥന വിട്ടം ജോരം വീതരധാരം ജീനദാന വീതരാജിരന്താനാഥനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise the Lord. Hallelujah hallelujah hallelujah. Praise the Lord. Hallelujah hallelujah hallelujah. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും തന്നെ നാം മറക്കരുത്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട്, അവൻ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, അവൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, ആർദ്രവിനെ ഓർത്തുകൊണ്ട്, മനസ്സലിവിനെ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരുണയെ ഓർത്തുകൊണ്ട് ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കർത്താവിനെ ആത്മാവിൽ സത്യത്തിൽ നീതിയിൽ വിശുദ്ധിയിൽ ജീവനിൽ ആരാധിക്കുവാൻ കൂടി വന്നതുപോലെ നമ്മൾ പകൽക്കാലം കൂടി വരുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മുടെ വിശുദ്ധ സഭായോഗത്തെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല സങ്കീർത്തനങ്ങളും നല്ല സാക്ഷ്യങ്ങളും നല്ല പ്രബോധനങ്ങളും നല്ല ദൈവിക ദൂതുകളും ആലോചനകൾ ഈ പകൽക്കാലം ദൈവം നമുക്ക് നൽകി തരുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെ അനുഗ്രഹീതമായ ദൈവിക സന്ദേശം കർത്താവ് നൽകുന്നതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തിന്മേൽ ദൈവം ഒരു വിടുതൽ നൽകുവാനിടയായിത്തീർന്നു. ദൈവസന്നിധിയിൽ ആമേൻ ഛത്തീസ്ഗഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയായിത്തീർന്നു. അതുപോലെ ഒഡീഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയായിത്തീർന്നു. ആമേൻ അതുപോലെ UP ഓർത്ത് പ്രാർത്ഥിക്കുകയായിത്തീർന്നു. ആമേൻ ശത്രുവിധമായ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടുവന്നെങ്കിലും ദൈവജനത്തിൻ്റെ കൂട്ടായ ഉപവാസവും പ്രാർത്ഥനയും ആമേൻ ഫലം കാണുവാൻ തക്കോണം ദൈവം കർത്താവ് ഇടയാക്കി തീർത്തു. ദൈവമക്കളെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവം അതിൻ്റെ മതി ഇറങ്ങി വന്ന് നമ്മുടെ മതി പ്രവർത്തിക്കുന്ന നല്ല കർത്താവാണ്. ഹല്ലേലൂയ. ഇന്നുപോലെ കാലം പിന്നെ നമുക്ക് ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കാം. നാം സഭയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ ദൈവസന്നിധിയിൽ അന്നാ ഗ്രേസിനെ ഓർത്തുകൊണ്ട് കർത്താവ് ആമേൻ ആ പൈതലിനെ ആമേൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ കർത്താവിൻ്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ സന്നിധിയിലായിരിക്കുന്ന പൈതലിനെ കർത്താവ് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് ആരോഗ്യത്തിലേക്ക് ദൈവം നടത്തട്ടെ. രോഗശാന്തി ആമേൻ്റെ ഹല്ലേലൂയ പൈതലിൽ വെളിപ്പെടട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പിന്നെയും പകൽക്കാലം പ്രാർത്ഥിക്കാം. കർത്താവ് താമസമെങ്കിൽ ഈ 7-ാം തീയതി വിൻസെൻ്റ് ബ്രദറും സിസ്റ്ററും UK പോകുവാൻ അവർ ടിക്കറ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. ദൈവസന്നിധിയിൽ അവിടെ യാത്രയെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ കടന്നുപോയി നല്ല ചെയ്തികളെ അറിയുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ആ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്നുപോലെ കാലം കടന്നു വിടാൻ കഴിയാത്ത പ്രിയപ്പെട്ടവരുണ്ട്. അവരോട് ആമേൻ ഹല്ലേലൂയ തക്ക സമയത്ത് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് ഇടയാക്കുന്നതിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആമേൻ തുറന്നു ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാനപ്പാ, സ്തോത്രം ചെയ്യാണ്. കർത്താവെ, ഞങ്ങൾ അളവിലധികമായി സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ജീവനുള്ള ദൈവത്തോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരങ്ങൾ ഹല്ലേലൂയ. ഒരു ദിവസം കൂടി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഹല്ലേലൂയ ആരാധിപ്പാൻ സ്തുതിപ്പാൻ കർത്താവ് ഞങ്ങളെ കൂട്ടിവരുത്തേനായി ദൈവത്തോട് നന്ദിയോടെ 2-3 പേര് ഞങ്ങളുടെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യേ ഞാൻ ഉണ്ടെന്ന് വാക്ക് തന്ന കർത്താവിനോട് ഞങ്ങൾ നന്ദി പറയാണ്. കർത്താവെ, വാക്തത്വം തന്നവൻ വിശ്വസനാണ്, വാക്ക് മാറാത്ത ദൈവമാണ്. വിളിച്ചവൻ വഴിയിൽ ഇട്ടുവെച്ച് പോണ ദൈവമല്ല, അന്ത്യത്തോളം ഞങ്ങളെ കാക്കുന്ന കരുതുന്ന നടത്തുന്ന ദൈവത്തോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ഇവിടെ നിറയ്ക്കപ്പെടുന്ന ശക്തീകരിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, സർവാന്തരമും വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ദൈവം ചെയ്ത നന്മകൾക്കും ഉപകാരങ്ങൾക്കും നടത്തിയ വിധങ്ങൾക്കും എല്ലാം ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. കഴിഞ്ഞ കർത്താവെ മാസം മുഴുവനും കർത്താവെ കണ്ണൻ്റെ കൃഷ്ണമണി പോലെ ഉള്ളം കൈയിലെ പെറ്റമ്മ തൻ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളെ ഓരോ ദിവസങ്ങളും നിമിഷങ്ങളും കർത്താവെ ഹല്ലേലൂയ, ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഞങ്ങളെ കർത്താവെ അങ്ങയുടെ ചിറകിൻ്റെ കീഴെ കർത്താവെ ഞങ്ങളുടെ തലമുറകളും കർത്താവ് അവിടുന്ന് സൂക്ഷിച്ചതിനായി ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയാണ്. കർത്താവെ ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. ദൈവകൃപ യാവരിക്കണം, ദൈവശക്തി യാവരിക്കണം, ആത്മാവിൽ ഞങ്ങൾ നിറയ്ക്കണം, അഭിഷേകത്തിൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ്. കർത്താവെ, ഞങ്ങൾ നിന്നതല്ല, എൻ്റെ അപ്പൻ ഞങ്ങളെ നിർത്തിയതാണ്, വന്നതല്ല, ഞങ്ങളെ കൂട്ടി വരുത്തിയതാണല്ലോ. കർത്താവെ ഹല്ലേലൂയ. ഞങ്ങൾക്കായി കുരിശിലെ രക്തം ചിന്തിയ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയാണ്. കർത്താവെ ഹല്ലേലൂയ. മനുഷ്യർ പലപ്പോഴും മാറ്റി നിർത്തുമ്പോഴും തള്ളിക്കളയുമ്പോഴും കുറ്റം പറയുമ്പോഴും കുറവ് പറയുമ്പോഴും കർത്താവെ ഓരോ നിമിഷങ്ങളും കർത്താവിൻ്റെ മാരോട് ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ സങ്കടത്തിലെയും ദുഃഖത്തിലെയും വേദനകളിലെല്ലാം ഞങ്ങളെ മാരോട് ചേർത്തണച്ച് കർത്താവെ ഹല്ലേലൂയ. ഭയപ്പെടേണ്ട മകളെ നിന്നോട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവെ ഹല്ലേലൂയ. ഞങ്ങൾക്ക് നന്ദി പറയാതെ ഇരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കർത്താവെ. സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. സഭാരാധനയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്വർഗം അവിടുന്ന് പ്രസാദമാക്കി തരുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുറവുകളെ എൻ്റെ അപ്പൻ ഓർക്കല്ലപ്പ. ഞങ്ങളുടെ നോട്ടത്തിലെ ഭാവത്തിലെ ചിന്തനകളെ ഞങ്ങളെ കൊടുക്കൽ വാങ്ങൽ ഇടപാട് സംസാര പ്രവൃത്തി സകല കുറവുകളും കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഹല്ലേലൂയ. നീ നല്ലവരും വല്ലവരും വാക്കുമാറാത്ത ദൈവമേ, ലോകത്തിന് അധിപതിയെ, ആരാധനയ്ക്ക് യോഗ്യനെ, സ്തുതിക്ക് യോഗ്യനെ, മഹത്വത്തിന് യോഗ്യനെ, പുകഴ്ചയ്ക്ക് യോഗ്യനെ, നിത്യ പിതാവേ, നീതിയുള്ള ദൈവമേ, വീരനായ ദൈവമേ, ഹല്ലേലൂയ. അത്ഭുത മന്ത്രിയെ കർത്താവേ ഹല്ലേലൂയ.
സമാധാനത്തിലെ കർത്താവെ ഹല്ലേലൂയ പ്രഭുവോട് ഞങ്ങൾ നന്ദി പറയാണ് കർത്താവെ. അഖിലാണ്ടത്തിലെ ഉടയവനായ ഞങ്ങളെ പ്രഭുവോട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം കർത്താവെ. ഹല്ലേലൂയ ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷയെ സ്വർഗം അവിടുന്ന് പ്രസാദമാക്കി തരണമേ. മാനുഷിക ചിന്തയിലെ ഒന്നും പറയാൻ കർത്താവ് അനുവദിക്കല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. ഹല്ലേലൂയ ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കണമേ, ദൈവാത്മാവ് വ്യക്തമായി ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവദാസനക്കായി സ്തോത്രം ചെയ്യുന്നു. കുരിശിൻ്റെ മറവിൽ അവിടെ നിന്ന് നിർത്തണമേ കർത്താവെ. ഹല്ലേലൂയ ഈ ദിവസങ്ങളെല്ലാം നല്ല ദൂതുകൾ, ആലോചനകൾ കർത്താവെ ദാസനോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. കുടുംബമായി അവിടെ നിന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ്. ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന കർത്താവെ, ഞങ്ങളുടെ കർത്താവെ ഹല്ലേലൂയ കർത്താവെ ദൈവദാസനക്കായി കർത്താവെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാണ്. സ്വർഗമേ, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യ ഒരുമിച്ച് ഞങ്ങൾക്ക് ആരാധിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഹല്ലേലൂയ ദാസൻ മുഖാന്തരം ഞങ്ങൾക്ക് വചന ശുശ്രൂഷ കേൾക്കുവാൻ സ്വർഗം അവിടുന്ന് ഈ ദിവസം ഒരുക്കിയതിനായി ഞങ്ങൾ വീണ്ടും ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാണ്. ആ ദാസനെയും കുടുംബത്തെയും തലമുറകളെ എല്ലാം സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ ദൈവകൃപ യാവരിക്കണം കർത്താവെ. ഹല്ലേലൂയ കടന്നു വരാൻ ഉള്ള ജനത്തെ തക്ക സമയത്ത് കൂട്ടി വരുത്തുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. കടന്നു വരാൻ കഴിയാത്തവരോർത്ത് പ്രാർത്ഥിക്കാണ്. സ്വർഗം അവരോട് കൂടെ ഇരുന്ന് അവർ ഇരിക്കുന്ന സ്ഥലം യാത്രയിലെല്ലാം ദൈവ സാന്നിധ്യം അവർ രുചിച്ചറിയുവാൻ കർത്താവിൻ്റെ കൃപ പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും, സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, അവരുടെ തലമുറകളെ എല്ലാവരും ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ എല്ലാ തലമുറകളെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണേ, ശക്തീകരിക്കണമേ കർത്താവെ. ഹല്ലേലൂയ ദുഷ്ടനായവൻ, ശത്രുവായവൻ കർത്താവെ തലമുറകളെ കർത്താവെ തൊടാതെ വിധം കർത്താവെ മുദ്രയിടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ ദേവദാസൻ പറഞ്ഞതുപോലെ കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾ സഭയായി ഒരുമിച്ച് കർത്താവെ ഹല്ലേലൂയ ദൈവമേ ഉഷാ സൗകര്യക്കായി കർത്താവെ വിൻസെൻ്റ് ഏട്ടനക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാണ്. വരും ദിവസങ്ങളിൽ അവർ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ദൈവസന്നിധിയിൽ കർത്താവെ ഹല്ലേലൂയ യാത്രയിലെല്ലാം കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. ഹല്ലേലൂയ ദൈവമേ അവരെല്ലാ തകർച്ചകളും മാറണേ കർത്താവെ. സന്തോഷം, സമാധാനം, ആശ്വാസം കാണുവാൻ സ്വർഗം അവിടുന്ന് പ്രസാദമാക്കി തരുവാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ്. മനുഷ്യർ പുറം നോക്കുമ്പോഴും യഹോവ ഉള്ളങ്ങളെ നോക്കണ ദൈവത്തോട് നന്ദി പറയാണ് കർത്താവെ. ഹല്ലേലൂയ തകർന്ന നേരത്തും ഞാൻ ഏറ്റവും തുണയായിരിക്കാണ് പറഞ്ഞ കർത്താവിനോട്, അവർ കുടുംബത്തിന് വേണ്ടി തുണയായിരുന്ന കർത്താവിനോട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. രശ്മി, സുജിത്ത് കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. ഈ ദിവസങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച കുടുംബങ്ങളാണ്. മനുഷ്യൻ്റെ മുന്നിൽ ലജിച്ചു പോവാതെ മാണിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. ഹല്ലേലൂയ അന്നമോൾക്കായി ഞങ്ങൾ ഒരുമിച്ച് സഭയായി ദൈവമേ ഈ നിമിഷം ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നത്, ഐക്യത്തോടെ പ്രാർത്ഥിക്കുന്നത്, താഴ്മയോടെ പ്രാർത്ഥിക്കുന്നത്, വിനയത്തോടെ പ്രാർത്ഥിക്കുന്നത് കർത്താവെ. ഒരു മനപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാണ് കർത്താവെ. ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവെ ഹല്ലേലൂയ കുഞ്ഞിനായുള്ള ഇഞ്ചക്ഷൻ എല്ലാം ചെയ്യുമ്പോഴും വളരെയധികം ശാരീരമായി കർത്താവെ ക്ഷീണാവസ്ഥയിൽ കൂടി കടന്നുപോയിന്ന് കേട്ടുള്ളൂ അപ്പാ കർത്താവെ. എല്ലാം കാണുന്ന കർത്താവെ, കേൾക്കുന്ന കർത്താവിനോട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ ദൈവകൃപ കുഞ്ഞിനോട് പകരണമേ, ശക്തീകരിക്കണമേ, ആയുസ് ആരോഗ്യത്തോടെ ദൈവത്തിൻ്റെ വേലയ്ക്കായി കുഞ്ഞിനെ ഭൂമിയിൽ അനുഗ്രഹമാക്കി നടത്തുവാൻ ദൈവം സഹായിക്കണമേ. പൂർണ്ണ വിടുതല, പൂർണ്ണ സൗഖ്യം കാണുവാൻ കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ്. എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കടന്നു പോകുമ്പോഴും കുഞ്ഞിന് വേണ്ട ശക്തി ബലമും സ്വർഗം അവിടുന്ന് അനുഗ്രഹമാക്കി തരുവാൻ ദൈവം നീ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. ഞങ്ങളെ കൊണ്ട് ഒന്നും കഴിയില്ല കർത്താവെ. മനുഷ്യരാൾ അസാധ്യമുള്ളത് ദൈവത്താൽ സാധ്യമെന്ന് തന്നെ വചനപ്രകാരം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല കർത്താവെ. ഭൂമിയിലെ രണ്ടുപേര് ഒരു മനസ്സോട് എന്ത് ചോദിച്ചാലും തരാണ് സ്വർഗത്തിലപ്പനോട് ഞങ്ങൾ വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കാണ്. സ്വർഗം വിടുവിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ ഇന്നത്തെ സഭയുടെ ആരാധനയെ സ്വർഗം പ്രസാദമാക്കി തരുവാൻ ദൈവം അവിടെ നിന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. 30, 60, 100 മേനി വിളവ് കണ്ട് സന്തോഷിക്കുവാൻ ദൈവകൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാണ്. ആദ്യം മുതൽ അവസാനം വരെ ദൈവ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുവാൻ, ദൈവശക്തി ഇവിടെ ആവരിക്കുവാൻ കർത്താവെ ആത്മശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ്. സ്വർഗം അങ്ങനെ തന്നെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി നന്ദി, സ്വർഗം മറുപടി തന്നതിനായി സ്തോത്രം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങളുടെ ജീവനുള്ള നല്ല പിതാവേ, ആമേൻ. ആമേൻ. കർത്താവിനോട് പ്രാർത്ഥന കേട്ടതോർത്ത് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. തുടർന്ന് ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ താമസമെങ്കിൽ ഗുരുവായൂരിൻ്റെ ടൗൺ ഹാളിൻ്റെ പ്രദേശത്ത് നമ്മൾ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുകയാണല്ലോ. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നടക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അതിനാവശ്യമായ സാമ്പത്തിക മേഖലകളെ ദൈവം തുറന്നു തരട്ടെ. ദൈവസ്ഥലിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഹിതമാണോ, ദൈവാലോചനയാണോ, നിശ്ചയമായും ദൈവത്തിൽ പ്രവർത്തിക്കുവാനായി തീരും. ഭവിഷ്യത്തെ ഓർത്തുകൊണ്ട് ദൈവസ്ഥലിൽ തുറന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം.
என்ன வந்தாலும் நம்புவேன் என் இயேசு மீட்பரை. யார் கைவிட்டாலும் பின் செல்வேன் எனது இயேசுவை. அகல ஆழ உயரமாய் எவ்வளவு அன்பு கூர்ந்தார். என்ன துன்பங்கள் வந்தாலும் அவர் என்னை கைவிட மாட்டார். என்ன துன்பங்கள் வந்தாலும் அவர் நம்மை கைவிட மாட்டார். காக்கும் வல்ல மீட்பர் உண்டனக்கு உண்டனக்கு உண்டனக்கு. காக்கும் வல்ல மீட்பர் உண்டனக்கு காத்திடுவார் என்றுமே. ஸ்தோத்திரம் இயேசுவே. எங்கள் அன்பின் பரலோக பிதாவே, உம்மை முழு மனதோடு ஸ்தோத்தரிக்கிறேன், துதிக்கிறேன். நீர் தந்த இந்த நல்ல சமயத்திற்காக உம்மை ஸ்தோத்தரிக்கிறேன். அப்பா, எங்கே இருவர் மூவர் என் நாமத்தினாலோ இருக்கிறாரோ அங்கே இருப்பேன் என்று சொன்னீரே. ஆண்டவரே, எலியா கூப்பிட்ட போது பரத்திலிருந்து அக்கினியை வரச் செய்த தேவாதி தேவனே, அடியேனை பரிசுத்தப்படுத்து, என் மனுஷீகம் சாக வேண்டும். தேவாதி தேவன் பேசுகிறது நீங்கள் அல்ல, பிதாவின் ஆவியானவர் உங்களோடு பேசுவார் என்று சொன்ன வார்த்தையின்படி தகப்பனே, வாலிபனே, வாலிப பிராயத்தில் உன் சிருஷ்டிகரை நினை என்று சொன்னீரே. வாலிபன் தன் வழியை எதினால் சுத்தம் பண்ணுவான். அப்பாவுடைய வசனத்தை காத்து கொள்கிறது தானே தகப்பனே. 2-3 சாட்சியினாலே ஒரு காரியம் உறுதிப்படும் என்று சொன்னீரே. ஆண்டவரே, அப்பா, இயேசு கிறிஸ்துவின் நாமம் ஜெயம். அப்பா, இங்கே பாடல் பாடின அப்பா வாலிபர்களை உமது கரத்தில் தருகிறேன், வாலிப சகோதரிகளை உமது கரத்தில் தருகிறேன். தேவாதி தேவனுடைய நாமத்தை துதித்து பாடி மகிமைப்படுத்துகிற ஒவ்வொருவரையும் இயேசு கிறிஸ்துவின் நாமத்தினாலே நீர் ஆசீர்வதியும் ஆசீர்வதியும் தகப்பனே. ஏசப்பா, அவர் மாம்சமான யாவர் மேலும் என் ஆவியை ஊற்றுவேன் என்று சொன்னாரே. அப்பா, உங்கள் குமாரத்தியின் மேலும் உங்கள் குமாரன் மேலும் அவர் தம்முடைய ஆவியை ஊற்ற வல்லவராயிருக்கிறார். உங்கள் ஊழியக்காரர் மேலும் மட்டுமல்ல, ஊழியக்காரி மேலும் தேவன் தம்முடைய ஆவியை ஊற்றுவேன் என்று சொன்னீரே. தகப்பனே, சகோதரி மாறுவரில் அப்பா உம்முடைய ஆவியை நிரப்பும் தகப்பனே. அப்பா, வெறும் பாடல் ஆராதனை மட்டுமல்ல, அவர் நாமத்தை துதிக்கும் ஆராதிக்கும் ஆராதனை வீரராக மாற்றும் தகப்பனே. இயேசு கிறிஸ்துவின் ரத்தம் ஜெயம், இயேசு கிறிஸ்துவின் ரத்தம் ஜெயம், இயேசு கிறிஸ்துவின் ரத்தம் ஜெயம். அழகு வஞ்சனை உள்ளது, கர்த்தருக்கு பயப்படுகிற ஸ்திரீயை புகழப்படுவாள் என்று வேதம் கூறுகிறது. அன்பு சகோதரி, தேவாதி தேவன் அவர் உன்னை தமக்கென்று தெரிந்து கொண்டார். அவர் வார்த்தை உயிருள்ளது, அவர் வார்த்தை ஆற்றல் மிக்கது, அவர் வார்த்தையில் விடுதலை. இயேசு கிறிஸ்துவின் ரத்தம் ஜெயம், இயேசு கிறிஸ்துவின் ரத்தம் ஜெயம். 1 கொரிந்தியர் புஸ்தகம் அதனுடைய 12வது அதிகாரத்தில் கூறப்பட்டது போல, சிலருக்கு ஞானத்தை போதிக்கும் வசனமும், சிலருக்கு அறிவை அப்பா உணர்த்தும் வசனமும், சிலருக்கு அந்த ஆவியினாலே விசுவாசத்தையும், அந்த ஆவியினாலே ஆவிகளை பகுத்தறியும் வரமும், அந்த ஆவியினாலே பாஷைகளை வியாக்கியானம் பண்ணும் வரமும், அந்த ஆவியினாலே பற்பல பாஷைகளை பேசும் வரமும், அந்த ஆவியினாலே தீர்க்க தரிசனம் உரைத்தலும், அந்த ஆவியினாலே அப்பா குணமளிக்கும் வரமும், அந்த ஆவியினாலே தகப்பனே அப்பா அற்புத அடையாளம் செய்யும் சக்தியும். ஆண்டவரே இயேசு கிறிஸ்துவே, 1 கொரிந்தியர் புஸ்தகம் 14வது அதிகாரம் அதனுடைய 4வது வசனம் சொல்கிறது, அந்நிய பாஷையோ தனக்கு பக்தி விருத்தி உண்டாக்கும்படியாக உள்ளது, தீர்க்க தரிசனமோ அது சபைக்கு பக்தி விருத்தி உண்டாக்கும்படியாக அது காரியத்தை செயல்படுத்துகிறது. அன்பு தகப்பனே, சகோதரி மார்பலை அப்பா உமது தீர்க்க தரிசி ஆவினாலே நிரப்பும், அது சுகமளிக்கும் ஆவினாலே நிரப்பும். சுகமளிக்கும் வல்லமை நம்மிடத்தில் உண்டெங்கில் அப்பா இயேசு கிறிஸ்துவின் நாமத்தினாலே அப்பா சரீரத்தில் வியாதிப்பட்ட குழந்தை முதல் பெரியவர்கள் வரை உங்கள் நாமத்தினாலே அப்பா இயேசு கிறிஸ்துவின் நாமத்தினாலே வல்லமை அப்பா உண்டாவதாக, அப்பா உண்டாவதாக இயேசு கிறிஸ்துவின் நாமத்தினாலே. பிசாசு போராட்டத்தில் பிடிபட்ட யாவரையும் அப்பா அந்த பிசாசை பகுத்தறியும் வர மட்டுமல்ல, ஆவிகளை துரத்தும் வரமாடியும் இயேசு கிறிஸ்துவின் நாமத்தினாலே சபையை நிரப்பும் தகப்பனே, சபையை நிரப்பும் தகப்பனே. நான் பக்தி விருத்தி ஆவது மட்டுமல்ல, என் சபையை பக்தி விருத்தி ஆக்க வேண்டும். நான் மட்டும் வாழ்ந்தால் போதாது,
அப்பா இயேசு கிறிஸ்து அவர் தமக்கென்று ஊழியம் கொள்ளும்படியாக அல்ல, அவர் பிறருக்கு ஊழியம் செய்யும்படியாகும் தம்மை தாமே அப்பா சிலுவையில் அப்பா ஒப்பு கொடுக்கும்படியாக பூமியில் கடந்து வந்த இயேசு கிறிஸ்துவின் நாமத்தினாலே ஆசீர்வதியும் ஆசீர்வதியும் தகப்பனே. அன்பு சகோதரிமார்களே, அப்பா அப்பா நோயினாலும் வியாதியினாலும் குடும்பம் தளர்ந்து போன நிலையிலும் கூட அப்பா நாமத்தை பிடித்து கொண்டு ஓடுகிற வேளை இயேசு கிறிஸ்துவே அவர்களை பாரும், கண்ணோக்கி பாரும் தகப்பனே. ஏசப்பா, தேவனால் கூடாத காரியம் ஒன்றும் இல்லை. அவரை விசுவாசித்தால் தேவனுடைய மகிமையை காண்பார். அப்பா குடும்பம் ரட்சிக்கப்படும்படியாகவும் அப்பா வியாதியில் மாற்ற முடியாத வியாதியா இருந்தாலும் சரி, அவர் மாற்ற சித்தம் கொண்டால் அது ஆகும். அது பூரணத்துக்குள்ளாடி வரணும். இயேசு கிறிஸ்துவின் ரத்தம் ஜெயம், இயேசு கிறிஸ்துவின் ரத்தம் ஜெயம். தகப்பனே, அந்த சிறு குழந்தையை உமது கரத்தில் தருகிறேன். குமாரன் விடுதலை ஆக்கினால் அது மெய்யான விடுதலை. ஒருவன் கர்த்தராய் இயேசு கிறிஸ்துவின் மேல் அன்பு கூறாமல் போனால் அவன் சபிக்கப்பட்டவனாயிருக்க கடவன். தேவாதி தேவன் அப்பா அன்பு சகோதரன் குடும்பத்தை தமக்கென்று தெரிந்து கொண்டீரே அப்பா. இயேசு கிறிஸ்துவே, உம்முடைய வல்லமை இறங்கி அந்த சிறு குழந்தையின் தொடுவதாக அப்பா. உமது சுகமளிக்கும் வல்லமை அந்த சிறு குழந்தையை தொட்டு சுகப்படுத்தினதற்காக ஸ்தோத்திரம். உமது வல்லமை இறங்கினதற்காக ஸ்தோத்திரம். மருத்துவர்களை ஆச்சரியப்படத்தக்கதாக உமது வல்லமை ஆண்டவரே, எனக்கு ஆக யாவையும் செய்து முடித்தவரே, உமது நாமத்தினால் எதை கேட்டாலும் அதை தருவேன் என்று சொன்னீரே. ஒரு வார்த்தை சொல்லும், வேலைக்காரன் சுஸ்தமாவான். அவர் தம்முடைய வார்த்தையை அனுப்பி வேலைக்காரனை சுஸ்தமாக்கினார் என்று சொல்கிறது. வார்த்தை ஆவியானது, வார்த்தை ஆவி அப்பா. இயேசு உங்களிலும், இயேசு கிறிஸ்துவின் வார்த்தை உங்களிலும் நிலைத்திருந்தால் நீங்கள் கேட்டுக்கொள்வது எதுவோ அது உங்களுக்கு கொடுக்கப்படும். ஆண்டவரே, வார்த்தை ஆவியானவர் அப்பா வார்த்தையை நிலைத்திருக்க ஒவ்வொரு கிருபை பாராட்டும். விசேஷ விதமாக தகப்பனே, ஆசின் சகோதரன் கரத்தில் தருகிறேன். தேவ ஆவியான இறங்குவீராக, வல்லமை இறங்குவீராக தகப்பனே. ஞானத்தையும் புத்தியையும் கொடுக்கிற ஆவியானவர் மகனை ஆட்கொள்வீராக அப்பா. இன்னும் பலமாய் ஊழியத்தை தாங்கி நடத்த கிருபை பாராட்டுவீராக அப்பா. இயேசு கிறிஸ்துவே, உமது நியமிக்கப்பட்ட ஓட்டத்தில் வல்லமையோடு ஓட கிருபை பாராட்டும் அப்பா. மத்தியில் அன்பை அப்பா அளவில்லாமல் ஊற்ற, அநேக பேரை தாங்கி ஜெபிக்க, அநேக பேர் குறைகளை தீர்க்க ஒரு வல்லமையின் ஆயுதமாய் மாற்றும் தகப்பனே. அந்நிய பாஷையில் 15,000 வார்த்தை பேசினாலும் பிறருக்கு பக்தி விருத்தி உண்டாக்கத்தக்க 5 வார்த்தை பேசுவது நலமாய் போசனாக பவுல் சொன்னார். அந்நிய பாஷையை பேசுறதுக்கு நான் தடை பண்ணவில்லை, ஆனாலும் சபை பக்தி விருத்தி ஆக வேண்டும். நீங்கள் வசனத்தை நோட்டு புஸ்தகத்தில் படித்தால் மட்டுமல்ல, 5 வசனமாகும் அது ஆவியானவர் கிரியை செய்ய வேண்டும். அது வல்லமை ஆவியானவர் உங்களுக்குள்ளே உலாவி அவர் உங்கள் தேவனாயிருப்பார், நீர் அவர்கள் பிள்ளையாயிருப்பீர்கள், அவர் அப்பா உங்களுடைய தகப்பனாயிருப்பார் என்று சொல்லி இருக்கிறார். தேவாவியானவர் ஒவ்வொருவரையும் இழுத்துக் கொள்ளும். வியாதிப்பட்ட சகோதரர் யாவரையும் ஆசீர்வாதம் பலப்படுத்தும். இயேசு கிறிஸ்துவின் நாமம் ஒன்றே மகிமைப்படுவதாக. சேஷ விதமாக ஊழியக்காரரை கரத்தில் தருகிறேன். தேவாதி தேவன் வல்லமையா எடுத்து பயன்படுத்தும். செய்கிற வேலையிலும் செய்கிற ஊழியத்திலும் நகுந்த ஆதாயத்தையும் தகுந்த பலனை கொடும் அப்பா. நீரே கூட இருந்து வழி நடத்தும். ஆசீர்வதியும் ஆசீர்வதியும். தம்முடைய வசனத்துக்கு நடுங்குகிறவர்களே அவரை நோக்கி பார்ப்பார் என்று சொல்லி இருக்கிறது. வசனத்துக்கு நடுங்குகிற யாவரையும் நீர் ஆசீர்வதியும், பலப்படுத்தும், சகாயம் செய்யும். இயேசு கிறிஸ்துவின் அன்புள்ள நாமத்தில் ஜெபிக்கிறேன் ജീവൻ നല്ല പിതാവേ, ആമേൻ. വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലം നമുക്കായിരിക്കും. അല്പസമയം കർത്താവിനെ പാടി നാം മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്, കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ എല്ലാ ദൈവമക്കളും സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവസന്നിധിയിൽ കർത്താവിനെ മഹത്വം കൊടുത്തുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ദേഹം ദേഹി ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഏകാഗ്രതയോടെ ദൈവസ്ഥലം നമുക്കായിരിക്കാം. ചേർന്ന് പാടുകയും കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ആത്മനിറവോടെ പാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടെ തന്നെ സംസാരിക്കുന്നു, തനിക്ക് തന്നെ ആത്മീകമായ വർധനവ് വരുത്തുന്ന പോലെ കാലം അന്യഭാഷയിൽ ദൈവത്തെ ചേർന്ന് പാടി ആരാധിച്ച് ആത്മീകമായ വർധനവിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. ആത്മനിറവിലേക്ക്, അഭിഷേകത്തിലേക്ക്, കൃപയിലേക്ക്, കൃപാവരങ്ങളിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസ്ഥലിൽ ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളെല്ലാം വീശിക്കൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു അവസരം കൂടി നൽകി തന്നല്ലോ. ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാമെന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും എല്ലാം സ്വീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള ദൈവദാസന്മാർ, ദൈവദാസിമാർ, ഹല്ലേലൂയ, ദൈവസഭകളെല്ലാം ഇന്ന് പകൽക്കാലം ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളാണല്ലോ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഒരു ചെറിയ കൂട്ടമായി ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കും ഇടയാക്കി തീർത്തല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ ഹല്ലേലൂയ എല്ലാം സ്വീകരിക്കുന്ന ഒരു അപ്പൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നാം ആരാധിക്കുമ്പോൾ, നാം സ്തോത്രം കരയേറ്റുമ്പോൾ, നാം സ്തുതിക്കുമ്പോൾ എല്ലാം ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ചെയ്യണമല്ലോ. ഹല്ലേലൂയ നാം ഒരുമിച്ച് കടന്നു വന്നതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ല ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കേണ്ടത്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാ, അവൻ സ്തുതിക്ക് യോഗ്യനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനായി മറ്റാരുമില്ല. ഇന്ന് പകൽക്കാലം അത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ അധരങ്ങളെ തുറന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം കരേറ്റിക്കൊണ്ടിരുന്നാട്ടെ, ദൈവത്തിന് സ്തുതി കരേറ്റിക്കൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ നമ്മുടെ യാഗത്തിൽ സ്വീകരിക്കുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഹല്ലേലൂയ യാഗമെന്ന് പറയുന്നത്? സ്തുതി സ്തോത്രമായി ഇന്ന് പകൽക്കാലം നമ്മുടെ അതിരത്ത് നിന്ന് ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊന്നും കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാ, കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതാ. അങ്ങനെയെങ്കിൽ അതരങ്ങളെ തുറന്നുകൊണ്ട് അല്പസമയം ദൈവത്തിന് സ്തോത്രം കരേറ്റിക്കൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ അതരങ്ങളെ തുറക്കാതിരിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 2-ാം വാക്യത്തിലൊക്കെ പറയുന്നത് ഇങ്ങനെയാ: ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശു നമ്മുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ ഒരു ഹല്ലേലൂയ കരുതലിൻ്റെ അകത്ത, ഹല്ലേലൂയ പ്രൊട്ടക്ഷൻ്റെ അകത്ത ഇന്ന് പകൽക്കാലം ദൈവമക്കളായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ക്രിസ്തു യേശുവിൽ നാം പൂർണ്ണ ജയം പ്രാപിച്ചവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് അധികാരങ്ങളെ നൽകി തന്നിരിക്കുക. ഹല്ലേലൂയ. എന്തെല്ലാം അധികാരങ്ങളാണ് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതെല്ലാം വിശ്വസിക്കുന്നവരുടെ മേല വ്യാപരിക്കുവാനിടയായി തീരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ശത്രുവിനെ കണ്ട് ഭയപ്പെടുന്നവരായിട്ടല്ല, ഹല്ലേലൂയ ശത്രുവിൻ്റെ തലയെ തകർത്തവൻ, ജയാളിയായവൻ ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയ നസ്രയനായ യേശുവിൻ്റെ നാമത്തെ ദൈവം നമ്മെ ഹല്ലേലൂയ അധികാരപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറയുക, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ഹല്ലേലൂയ കരുതലിലാണ് നാം ആയിരിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരെ കരമുയർത്തിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ തൊടണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അപ്പൻ തൻ്റെ മകനെ എങ്ങനെ പരിപാലിക്കുന്നുവോ, എങ്ങനെ സൂക്ഷിക്കുന്നുവോ, എങ്ങനെ കരുതുന്നുവോ, ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ അറിയാം. തൻ്റെ ഹല്ലേലൂയ മക്കൾക്ക് വേണ്ടുന്നത് എന്താ, അവർക്ക് ആവശ്യം എന്താ, അവർക്ക് എന്താണ് അടുത്ത നിമിഷം വേണ്ടതെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു സംരക്ഷണത്തിൻ്റെ വലയത്തിലാണ് ഇന്ന് പകൽക്കാലം ദൈവമക്കളായിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പിശാചിൻ്റെ സകല പദ്ധതികളും എരിഞ്ഞ് ഹല്ലേലൂയ ചാമ്പലാകുന്ന പകൽക്കാലമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടശക്തികൾക്ക് ഇന്ന് പകൽക്കാലം ജയമില്ല. കാരണം ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, നാം ഒരുമിച്ച് കൈകൾ അടിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ശത്രു ഓടിപ്പോകുവാനിടയായി തീരും. അവൻ്റെ തന്ത്രങ്ങളൊന്നും വലിക്കുവാനിട വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എതിർത്ത് ഹല്ലേലൂയ സാത്താനോട് എതിർത്ത്
എഴുന്നേൽപ്പേ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ശത്രുവിനെ കണ്ട് ഭയപ്പെടുന്നവരായിട്ടല്ല, ശത്രുവിനെ കണ്ട് പിന്തിരിഞ്ഞോടുന്നവരായിട്ടല്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവനെ ജയിക്കുവാൻ വേണ്ടുന്നൊരു അഭിഷേകം, അവനെ ജയിക്കുവാൻ വേണ്ടുന്നൊരു അധികാരം ഇന്ന് പകൽക്കാലം ദൈവം നമ്മിൽ പകർന്നു തന്നിരിക്കുക. ഹല്ലേലൂയ. വെളിപ്പാട് നമ്മൾ വായിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്താലും സാക്ഷ്യവചനത്താലും ശത്രുവിനെ അവർ ജയിക്കുന്നുവെന്ന കാണുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കഷ്ടങ്ങളിൽ നമ്മെ ഹല്ലേലൂയ സഹായിക്കുന്ന ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ടല്ലോ. ഹല്ലേലൂയ. നമുക്കറിയാം ദാവീദിനെ നമ്മൾ നോക്കുമ്പോൾ അവന് നേരെ കരടി വരികയാ, അവന് നേരെ സിംഹം വരികയാ, വെല്ലുവിളികൾ തനിക്കെതിരെ കടന്നു വരികയാ. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അതിനെ അതിജീവിക്കുവാൻ വേണ്ടുന്ന ഫലത്തെ അവൻ നമ്മിൽ പകർന്നു തന്നിരിക്കുക. നാം ആയിരിക്കുന്ന മണ്ഡലങ്ങൾ ഒരുപക്ഷെ കരടിയും സിംഹമൊന്നും ആയിട്ടല്ല കടന്നു വരുന്നത്. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നാം കടന്നു പോകുന്ന മണ്ഡലങ്ങൾ അനവധി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മെ നിലനിർത്തുന്നത്, നമ്മെ ശക്തീകരിക്കുന്നത്, നമ്മെ ബലപ്പെടുത്തുന്നത് കർത്താവിൻ്റെ വചനത്തിലൂടെയുള്ള ഹല്ലേലൂയ ഹല്ലേലൂയ വിടുതലുകളാലാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവിക പ്രവൃത്തികളെ നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുവാനിടയായി തീരാം. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് സഭയൊന്നടങ്കം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വിടുതലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിശ്വസിച്ചേറ്റെടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നുകൊണ്ട് സെഖരിയാവിനോട് പറയുകയാ, ഹല്ലേലൂയ നിനക്കൊരു ബ്ലെസ്സിങ്ങിനെ തരുവാൻ ഞാൻ ആഗ്രഹിക്കുക. എൽശദായവൻ ഹല്ലേലൂയ ഇറങ്ങി വന്നുകൊണ്ട് പറയുക, ഒരു ബ്ലെസ്സിങ്ങിനെ തരുവാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം തൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് സെഖരിയാവിനോട് പറയുക. എന്നാൽ ഹല്ലേലൂയ തനിക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ തനിക്കത് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ എത്രയോ വാഗ്ദത്തങ്ങൾ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, എത്രയോ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. എന്നാലും പിന്നെയും നമ്മുടെ അകത്ത് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ വരികയാണ്, നമുക്കത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സെഖരിയാവിൻ്റെ ജീവിതത്തിലും തന്നോട് ദൈവം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ താൻ ചിന്തിക്കുക, ഈ വാർദ്ധക്യകാലത്ത് നടക്കത്തില്ലെന്ന്. ഇന്ന് പകൽക്കാലം നടക്കത്തില്ലെന്ന് ലോകം പറയുന്ന, ലോകം ചിന്തിക്കുന്ന അനേകം കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവിലും സത്യത്തിലും ജീവനിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലിനൊരു ഉറപ്പുണ്ട്. എൻ്റെ ദൈവം എന്നോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എന്നോട് എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്ക തന്നെ ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ. തനിക്കത് വിശ്വാസം വന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നുകൊണ്ട് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൂതനോട് പറയുക, ഹല്ലേലൂയ അവൻ്റെ വായ് അടയ്ക്കുക. എന്തുകൊണ്ട് അവൻ്റെ വായ് അടയ്ക്കുവാനിടയായി തീർന്നത്? അവൻ്റെ അതരത്തിൽ നിന്ന് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ വരുന്നത് കൊണ്ട്. ഇന്ന് പകൽക്കാലം പല വിടുതലുകളും പല സൗഖ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കുക, ഒരുമിച്ച് ഹല്ലേലൂയ സ്തോത്രം കരേറ്റുന്നവരായിരിക്കുക. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്നു. ഇനി അതിനൊരു മാറ്റം സംഭവിക്കത്തില്ല, ഇനി അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. അനേക സ്ഥലങ്ങളിൽ അങ്ങനെ നടന്നതുകൊണ്ട് ഇതും ഇങ്ങനെയായി തീരുമെന്നുള്ള അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് പല വിടുതലുകളും ഇന്ന് പകൽക്കാലം നമുക്ക് കാണുവാൻ കഴിയാത്തത്. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ ദൈവം ഹല്ലേലൂയ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് വിശ്വാസമുള്ളവർ ആ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് കരങ്ങളെ വീശിക്കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അവൻ്റെ വായടയ്ക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? അപ്പൻ്റെ വായടച്ചെങ്കിൽ മാത്രമേ അമ്മയുടെ ഉദരം തുറക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഇന്ന് പകൽക്കാലം നമ്മുടെ അധരങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പറയട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയോ ഇന്ന് പകൽക്കാലം നമ്മുടെ നാവുകൾ കൊണ്ട് കൊല്ലുവാൻ ഇടവരുത്തരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അധരം തുറന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റി പറഞ്ഞാട്ടെ, ഞാൻ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരോ. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, ഞാൻ വിടുവിക്കപ്പെടുവാനിടയായി തീരോ, ഞാൻ വിശാലത പ്രാപിക്കുവാനിടയായി തീരോ. ഹല്ലേലൂയ. എൻ്റെ ജീവിതം നന്നാകും. ഹല്ലേലൂയ. ഞാൻ ചായ്ച്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പകൽക്കാലം അതരങ്ങളെ തുറന്നുകൊണ്ട് എന്താണ് നമ്മൾ പറയുന്നത് അതാ ഇന്ന് പകൽക്കാലം നാം പ്രാപിക്കുവാനിടയായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം നമ്മുടെ മധ്യയുണ്ട്. അത്ഭുതങ്ങളെ ചെയ്യുവാൻ, അടയാളങ്ങളെ ചെയ്യുവാൻ
വീര്യപ്രവർത്തികളെ ചെയ്യുവാൻ അവൻ ഇന്നും മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് നേരെ വരുന്ന പ്രതിസന്ധികളുടെയോ പ്രതികൂലങ്ങളുടെ മധ്യേ ഹല്ലേലൂയ, ഹല്ലേലൂയ അതിജീവിക്കുവാൻ വേണ്ടുന്ന ദൈവകൃപ കർത്താവ് നമ്മിൽ പകർന്നു തന്നിരിക്കുക. അതുകൊണ്ട് ഹല്ലേലൂയ, നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീട് എങ്കിലും അവ നിന്നോട് അടുത്ത് വരികയില്ല. ഹല്ലേലൂയ. എന്താ അതിൻ്റെ കാരണമെന്ന് പറയുന്നത്? യുദ്ധം എനിക്കുള്ളതല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാ. ഇന്ന് പകൽക്കാലം ശത്രുവിൻ്റെ പിമ്പിൽ നിൽക്കുവാനല്ല, ശത്രുവിൻ്റെ മുൻപിൽ ദൈവം എനിക്ക് വേണ്ടി വഴികളെയും വാതിലുകളെയും തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം വെറുതെ പറയുന്നതല്ല, ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിൻ്റെ വചനത്തിലുള്ളതാ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത്, അത് ഹല്ലേലൂയ പ്രവർത്തിക്കുന്നതാ. ഇന്ന് പകൽക്കാലം വചനം അതിവേഗം ഓടുവാനിടയായിത്തീരുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടിക്കൊണ്ട് തുടർന്നുള്ള സമയങ്ങളിലും കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് ചെയ്യുവാൻ ദൈവത്തിന് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ சொன்னால் போதும் செய்வே, நீ காட்டும் வழியில் நடப்பே. ஹல்லேலூயா. உன் பாதம் ஒன்றும் பிடிப்பே. என் அன்பு இயேசுவே എന്ന് അനുഗ്രഹിക്കപ്പെട്ട ആ തമിഴ് ഗാനത്തിൻ്റെ 1-2 വരികൾ ഹല്ലേലൂയ നമുക്കൊന്ന് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തോത്രം ചെയ്യാം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ചേർന്ന് പാടിയാട്ടെ. ഹല്ലേലൂയ. നീ சொன்னால் போதும் செய்வே, நீ காட்டும் வழியில் நடப்பே, உன் பாதம் ஒன்றும் பிடிப்பே. என் அன்பு இயேசுவே, நீ சொன்னால் போதும் செய்வே, நீ காட்டும் வழியில் நடப்பே, உன் பாதம் ஒன்றும் பிடிப்பே. என் அன்பு இயேசுவே. ആരാധന യേശുവുക്കേ. കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പാടിയാട്ടെ. ആരാധന യേശുവുക്കേ. ആരാധനയ്ക്ക് യോഗ്യനായവൻ. ആരാധന യേശുവുക്കേ. ഹല്ലേലൂയ. ആരാധന യേശുവുക്കേ. சொன்னால் போதும் செய்வே, நீ காட்டும் வழியில் நடப்பே, உன் பாதம் ஒன்னே பிடிப்பேன். என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வே, நீ காட்டும் வழியில் நடப்பே, உன் பாதம் ஒன்னே பிடிப்பேன். என் அன்பு இயேசுவே. கடலின் மீது நடந்திட்ட உன் அற்புத பாதங்கள் எனக்கு முன்னே செல்வதால் எனக்கில்ல கவலை. காற்றையும் கடலையும் அதட்டிய உன் அற்புத வார்த்தைகள் எந்த துணையாய் நிற்பதால் எனக்கு இந்த கவலை. கடலின் மீது நடந்திட்ட உன் அற்புத பாதங்கள் எனக்கு முன்னே செல்வதால் எனக்கில்லை கவலை. காற்றையும் கடலையும் அதட்டிய உன் அற்புத வார்த்தைகள் எந்த துணையாய் நிற்பதால் எனக்கு இந்த கவலை. ആരാധന യേശുവുക്കേ. ശബ്ദം ഉയർത്തിക്കൊണ്ട് പാടിയാട്ടെ. ആരാധന യേശുവുക്കേ. ഹല്ലേലൂയ. ആരാധന യേശുവുക്കേ. അതരങ്ങളെ തുറന്നുകൊണ്ട് ഹല്ലേലൂയ. ആരാധന യേശുവുക്കേ. നീ சொன்னால் போதும் செய்வே, நீ காட்டும் வழியில் நடப்பே, உன் பாதம் ஒன்னே பிடிப்பேன். என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வே, நீ காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்னே பிடிப்பேன். என் அன்பு இயேசுவே. ആരാധന യേശുവുക്കേ. ചേർന്ന് പാടിയാട്ടെ. ഹല്ലേലൂയ. ആരാധന യേശുവുക്കേ. ശബ്ദം ഉയർത്തിക്കൊണ്ട്
ആരാധന യേശുവേ അപ്പാ ആരാധന യേശുവേ நீ சொன்னால் போதும் செய்வேன் நீ காட்டும் வழியில் நடப்பேனும் பாதம் முன்னே பிடிப்பேன் என் அன்பு இயேசுவே நீ சொன்னால் போதும் செய்வேன் நீ காட்டும் வழியை நடப்பேனும் பாதம் முன்னே பிடிப்பேன் என் அன்பு இயேசுவே நீ என்னை സ്തുതിക്കുവാ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ ഉന്നം വച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതരാതെ ഉന്നം വച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതരാതെ കൺമണി പോ കാക്കും കരങ്ങളാൽ നിന്നെ മൂടി മറച്ചില്ലേ കൺമണി പോൽ കാക്കും കരങ്ങളാൽ നിന്നെ മൂടി മറച്ചില്ലേ എണ്ണി എണ്ണി സ്തുതിക്കുവാ എണ്ണമില്ലാത്ത കൃപകളിനാ ചേർന്ന് പാടിയാട്ടെ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ നിനക്കെതിരായി വരൂ ആയുധം ഫലിക്കയില്ല നിനക്കെതിരായി വരൂ ആയുധം ഫലിക്കയില്ല നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതിയവൻ നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതിയവൻ എന്നെ സ്തുതിക്കുവാ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ ചേർന്ന് പാടിയാട്ടെ ഹല്ലേലൂയ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ ഒരിക്കൽ കൂടി ചേർന്ന് പാടിയാട്ടെ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ
Praise the Lord. Hallelujah. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. എത്രയോ വൈരികൾ നമുക്കെതിരെ വന്നാൽ ഹല്ലേലൂയ കണ്ണിൻ മുമ്പിൽ പതരാതെ ഇന്ന് പകൽക്കാലം കൺമണി പോലെ നമ്മെ കാക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരത്തിലാണ് ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം യേശുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താ? ഹല്ലേലൂയ അവൻ്റെ മരണം അടക്കം പുനരുദ്ധാനമാണ് ഇന്ന് പകൽക്കാലം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നമുക്ക് ജയം വേണ്ടത് ഇന്ന് മാത്രമാണ്, അല്ല നാളെയും ഇന്നും എന്ന് ഹല്ലേലൂയ നാം ക്രിസ്തുവിൽ ജയാളികളാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആർക്കുമില്ലാത്ത വെല്ലുവിളികളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ദൈവം നമ്മെ ഹല്ലേലൂയ പണിതെടുക്കുവാന് ഹല്ലേലൂയ ഹല്ലേലൂയ പകൽക്കാലം നാം പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ അപ്പാ ഒന്ന് പണിയണമേ എന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്തെങ്കിലും ചെറിയ കേടുപാടുകളൊക്കെ വന്ന് അതിനെ കളയാതെ കുശവൻ അതിനെ മറ്റൊരു മാലപാത്രമാക്കി എടുക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അപ്പാ അങ്ങയുടെ ഇഷ്ടം എന്നെ നിറവേറണമേ, അങ്ങയുടെ ഹിതം എന്നെ നിറവേറണമേ, അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നെ അങ്ങ് പ്രാപ്തനാക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഒരു കൊച്ചു കഥ ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ ഇറ്റാലിയയിൽ ഒരു ഹല്ലേലൂയ ഒരു പൈത ഹല്ലേലൂയ ആങ്കൊച്ചുണ്ടായിരുന്നു. അവൻ്റെ പേരിങ്ങനെയാ ഹല്ലേലൂയ ആൻഡ്രിയ ബോസില്ലി എന്ന. തനിക്ക് കാഴ്ചക്കുറവ് ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ വിധിച്ചുകൊണ്ട് തൻ്റെ മാതാപിതാക്കളോട് പറയുക ഇവനെ ഹല്ലേലൂയ അബോർട്ട് ചെയ്യണമെന്ന്. എന്നാൽ തൻ്റെ മാതാപിതാക്കൾ അതിനൊന്നും നിൽക്കാതെ ഹല്ലേലൂയ മകനെ സ്വീകരിക്കുവാനിടയായി തീർന്നു. എന്നാൽ തൻ്റെ 12ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ ഒരു ബോൾ കൊണ്ടുകൊണ്ട് തൻ്റെ മകൻ്റെ പൂർണ്ണമായും ഉള്ള കാഴ്ച കൂടി നഷ്ടപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ അവൻ നിരാശപ്പെട്ടില്ല, അവൻ തളർന്നു പോയില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ടില്ല. പിന്നീട് അവനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ, ഹല്ലേലൂയ ഹല്ലേലൂയ താൻ ഹല്ലേലൂയ ലോകത്തിലെ ഒരു നമ്പർ 1 സിംഗറായി മാറിയെന്ന. ഹല്ലേലൂയ തൻ്റെ കാഴ്ചയില്ലായ്മ തനിക്കൊരു പ്രതിസന്ധിയായി തോന്നിയില്ല, അത് തൻ്റെ പരാജയത്തിലേക്കുള്ള ഹല്ലേലൂയ പോക്കാണെന്ന് താൻ ചിന്തിച്ചില്ല. ഇന്ന് പകൽക്കാലം താൻ അതിൽ നിന്ന് ഹല്ലേലൂയ കയറുവാനിടയായി ചേർന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല തനിക്ക് ഹല്ലേലൂയ ഗോൾഡൻ ഗ്ലോബ് എന്ന അവാർഡ് പോലും ലഭിക്കുവാനിടയായി ചേർന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ജീവിതത്തിൽ പ്രതീക്ഷ ഹല്ലേലൂയ അറ്റുപോകുന്ന ഹല്ലേലൂയ നിരാശപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരുക, അതിൽ നിന്ന് നമ്മെ ഉയർത്തുക, നമ്മെ കരം പിടിച്ചുയർത്തുക എൻ്റെ ദൈവം മതിയായ ദൈവമാ. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് കൊടുക്കുക. ഹല്ലേലൂയ. നമുക്ക് മാത്രം ഹല്ലേലൂയ എന്തുകൊണ്ടാ പ്രതിസന്ധി, എന്തുകൊണ്ടാ പ്രയാസങ്ങൾ എന്ന് ചോദിക്കുക. ഹല്ലേലൂയ ചോദിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അത് നമ്മുടെ തകർച്ചയ്ക്കല്ല, ഇന്ന് പകൽക്കാലം ശത്രുവിൻ്റെ പാളയത്തെ തകർക്കുന്ന ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തകർക്കുവാൻ ഒരു അഭിഷേകം ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മിൽ പകർന്നു തന്നിരിക്കുക. ഹല്ലേലൂയ. വിശ്വാസത്തോടെ തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മൾ അതരങ്ങളെ തുറന്നുകൊണ്ട് ദൈവസന്നിധിയിലെ പാട്ടുകളെല്ലാം പാടണം. വെറുതെ കാണികളായിട്ട് കടന്നു വന്നിരിക്കാനല്ലല്ലോ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നാം കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് മലയാളത്തിലാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ആർക്കും മലയാളം വായിക്കാൻ അറിയാത്തവർ ഇതിനകത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും പാടുന്ന പാട്ടുകളാണ് നമ്മൾ പാടുന്നത്. ഹല്ലേലൂയ. നമ്മൾ ആലയത്തിൽ കടന്നു വന്നിട്ട് കൈകൾ അടിക്കുകയില്ല, ഹല്ലേലൂയ അതരം തുറക്കുകയില്ല, വെറുതെ ഇരിക്കുകയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പകൽക്കാലം ഈ വരികളിലെല്ലാം ദൈവസാന്നിധ്യം വ്യാപരിക്കുവാനിടയായി തീരും. അതിൻ്റെ ഓരോ വരികളോ ഇന്ന് പകൽക്കാലം ധ്യാനിച്ചുകൊണ്ട് പാടുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ വാട്സപ്പിൽ ഹല്ലേലൂയ എഴുതാൻ അറിയുന്നവരാ, വാട്സപ്പിൽ മറ്റുള്ളവർ അയക്കുന്നത് വായിക്കാൻ അറിയുന്നവരാ. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇത്രയും വലിയ സ്ക്രീനിൽ ഇത്രയും വലിയ അക്ഷരത്തിൽ കൊടുക്കുന്നത് ഹല്ലേലൂയ ദൈവത്തെ പാടുവാനല്ലേ, ദൈവത്തെ ആരാധിക്കുവാനല്ലേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ലോകത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഹല്ലേലൂയ പറയുന്നു, ചർച്ച ചെയ്യുന്നു, എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നില്ല? ഹല്ലേലൂയ. 1-2 മണിക്കൂറുകൾ മാത്രമാണ് ഹല്ലേലൂയ ആഴ്ചയിൽ പലപ്പോഴും ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ആ സമയം പോലും ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അതരങ്ങളെ തുറക്കുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ പിശാച് നമ്മെ ഹല്ലേലൂയ നോക്കുകയാണ്. ഹല്ലേലൂയ. അവന് പാടുന്നത് ഇഷ്ടമല്ല, പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ല, ആരാധിക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ അതരങ്ങളെ തുറന്നുകൊണ്ടൊന്ന് പാടിയേ. അപ്പോൾ ആ വിടുതലുകൾ ആരാധിക്കുമ്പോൾ സൗഖ്യങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ കടന്നു പോകുവാനല്ല ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കാൻ പോകുന്നത്. ആ സ്ക്രീനിലെ വരികളെല്ലാം നോക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. നീങ്ങിപ്പോയ എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയ എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ എന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനം എന്ന് ഒരുമിച്ച് നമ്മൾ പാടി ആരാധിക്കാൻ പോകുകയാണ്. എല്ലാവരും കരങ്ങളെ ചേർത്തടിക്കുക മാത്രമല്ല ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്ന വരികൾ ഹല്ലേലൂയ നമുക്ക് നോക്കി പാടി ഇന്ന് പകൽക്കാലം ദൈവത്തെ
ആരാധിക്കുവാൻ കഴിയട്ടെ. ചേർന്ന് ഒരുമിച്ച് നമുക്ക് പാടി കർത്താവിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ. നീങ്ങിപ്പോയെൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയെൻ്റെ ശാപങ്ങൾ, സൗഖ്യമായെൻ്റെ രോഗങ്ങൾ. ചേർന്ന് യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. നീങ്ങിപ്പോയെൻ്റെ ഭാരങ്ങൾ, ആമേൻ, മാറിപ്പോയെൻ്റെ ശാപങ്ങൾ. ഹല്ലേലൂയ. സൗഖ്യമായെൻ്റെ രോഗങ്ങൾ. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലാൽ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലാൽ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാൻ, യേശുവിൻ രക്തം കഴുകലാൻ, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാൻ, യേശുവിൻ രക്തം കഴുകലാൻ, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ, യേശു എന്നെ വീണ്ടെടുത്തു. അതുകൊണ്ട് ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാൻ, യേശുവിൻ രക്തം കഴുകലാൻ, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം സൗഖ്യമാൻ, യേശുവിൻ രക്തം കഴുകലാൻ, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ. ഞാൻ പാടിടും,
സർവശക്തനായവനെ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി